വിക്ടർ ഹ്യൂഗോയുടെ പാപങ്ങൾ ഭാഗം 1. കനത്ത മഞ്ഞുവീഴ്ചയുള്ളതുകൊണ്ടാകാം ഡിന്യോ പട്ടണത്തിലെ പാത വൈകുന്നേരമായപ്പോഴേക്കും തീർത്തും വിജനമായി. ശക്തമായ തണുപ്പുണ്ടായിരുന്നതിനാൽ ആളുകൾ വീടുകളുടെ വാതിലുകളും ജനാലകളും അടച്ചിട്ട് അകത്ത് നെരിപ്പോട് ജ്വലിപ്പിച്ചു. പാതയോരത്തെ ഒരു ഹോട്ടലും മത്തിക്കടയും മാത്രം തുറന്നിരിപ്പുണ്ട്. ഹോട്ടലിൽ നിന്ന് അതിൻ്റെ ഉടമ പുറത്തേക്കെത്തി നോക്കി. പാതയിലൂടെ ഒരു അവ്യക്ത രൂപം അവശതയോടെ നടന്നു വരുന്നത് മൂടൽമഞ്ഞിനിടയിലൂടെ കണ്ടു. കാണെ രൂപം വ്യക്തമായി. പഴകിപ്പിഞ്ഞിയ ഷർട്ടും തോളിലൊരു മാറാപ്പും കയ്യിൽ വടിയുമേന്തിയ പ്രായം 50നോടടുക്കുന്ന അപരിചിതനാണത്. കുറ്റിത്തലമുടിയും താടിയുമുള്ള പരുക്കൻ രൂപം. അപരിചിതൻ തണുപ്പിൽ കിടുകിടെ വിറച്ചുകൊണ്ട് ഹോട്ടലിലേക്ക് കയറി വന്നു. അയാൾ അന്വേഷിച്ചു, ഇവിടെ എനിക്ക് താമസിക്കാനിടവും ഭക്ഷണവും കിട്ടുമോ? ഹോട്ടലുടമ അയാളെ ആകമാനം വീക്ഷിച്ചിട്ട് സംശയത്തോടെ ചോദിച്ചു, അതിന് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ? ഉണ്ട്. എങ്കിൽ ഭക്ഷണവും താമസ സൗകര്യമൊക്കെ ഇവിടെ കിട്ടും. അല്പം കാത്തിരിക്കണേ. ഹോട്ടലുടമ ഒരു കഷണം പേപ്പറിൽ എന്തോ കുറിച്ചിട്ട് അത് ഒരു ജോലിക്കാരൻ പയ്യൻ്റെ കയ്യിൽ കൊടുത്തു. അതുമായി പുറത്തേക്ക് പോയ പയ്യൻ 5 മിനിറ്റിനകം തിരികെ വന്ന് മറ്റൊരു കുറിപ്പ് കൊടുത്തു. ഹോട്ടലുടമ അത് വായിച്ചു നോക്കി. അയാൾ മുഖം ചുളിച്ചുകൊണ്ട് അപരിചിതനെ നോക്കി. അപരിചിതൻ ദീനമായ ശബ്ദത്തിൽ ചോദിച്ചു, ആഹാരം തയ്യാറായോ? വല്ലാത്ത വിശപ്പ്. പകൽ മുഴുവൻ നടപ്പു തന്നെയായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല. ക്ഷമിക്കണം, നിങ്ങൾക്കിവിടെ താമസവുമില്ല ഭക്ഷണവുമില്ല. ഹോട്ടലുടമ പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു. എന്തുപറ്റി? ഞാൻ പണം തരാമെന്ന് പറഞ്ഞല്ലോ. അപരിചിതൻ്റെ മുഖത്ത് ദൈന്യതയും ഉത്കണ്ഠയും നിറഞ്ഞു. നിങ്ങളുടെ പണം ഇവിടെ വേണ്ട. വേഗം ഇറങ്ങിപ്പൊയ്ക്കോളൂ. അങ്ങനെ പറയരുത്. വിശന്നിട്ട് വയ്യ. ഭക്ഷണം തരൂ. പുറത്ത് ഭയങ്കര തണുപ്പാണ്. ഞാൻ ആ കുതിരാലയത്തിലെ വൈക്കോലിൽ കിടന്നോളാം. ആഗതൻ അപേക്ഷിച്ചു. ഹോട്ടലുടമ ശുഭിതനായി. നിങ്ങളോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ജീൻ വാൻ ജീൻ എന്ന തടവ് പുള്ളിയല്ലേ? ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത്. വേഗം ഇറങ്ങിപ്പോ. ഹോട്ടലുടമ അപരിചിതനെ ആട്ടിയോടിച്ചു. അയാളുടെ അലറുന്ന മട്ടിലുള്ള വഴക്കുപറച്ചിൽ കേട്ട് പരിസരത്തെ കെട്ടിടങ്ങളിൽ നിന്ന് ചിലർ ജാലകപ്പഴുതിലൂടെ തല പുറത്തേക്കിട്ട് നോക്കി. ജീൻ വാൽ ജീൻ! ദൈവമേ, കൊള്ളക്കാരൻ! അയാൾ ജയിലിൽ നിന്നിറങ്ങിയോ? അവർ പെറുപെറുത്തുകൊണ്ട് വാതിലുകൾ കൊട്ടിയടച്ചു. ആ മനുഷ്യൻ കടുത്ത ദുഃഖത്തോടെ ഹോട്ടലിൽ നിന്നിറങ്ങി തെരുവോരത്തുകൂടി പ്രാഞ്ചി നടന്നു. ശരിയാണ്, ജീൻ വാൽ ജീൻ എന്ന തടവ് പുള്ളിയായിരുന്നു അത്. ഫെവറോള എന്ന സ്ഥലത്തെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ജീൻ വാൽ ജീൻ്റെ അച്ഛൻ്റെ പേര് വാൽജീൻ എന്നും അമ്മയുടെ പേര് ജീൻ മാത്തിയോ എന്നുമായിരുന്നു. അച്ഛൻ മരം വെട്ടുകാരനായിരുന്നു. കടുത്ത ദാരിദ്ര്യമായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ജീൻ വാൽ ജീന് ലഭിച്ചില്ല. അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചപ്പോൾ ജീൻ വാൽ ജീനെ വളർത്തിയത് മൂത്ത സഹോദരിയായിരുന്നു. സഹോദരിക്ക് 7 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ കുട്ടികളുടെ സംരക്ഷണം ജീൻ വാൽ ജീൻ ഏറ്റെടുത്തു. മരം വെട്ടുകൊണ്ട് അത്രയും പേരുടെ ദാരിദ്ര്യം നീക്കാൻ കഴിഞ്ഞിരുന്നില്ല. വർഷക്കാലമായപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലായി. ഉള്ള തൊഴിലുകൂടി ഇല്ലാതായി. ഒരു ദിവസം വിശന്നു കരഞ്ഞ കുട്ടികളെ കണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ ജീൻ വാൽ ജീൻ ഫെവറോളയിലെ ഒരു റൊട്ടിക്കടയുടെ അലമാര ചില്ല് തകർത്ത് ഒരു റൊട്ടി മോഷ്ടിച്ചു. റൊട്ടിയുമായി ഓടിയ ജീൻ വാൽ ജീനെ കടയുടമ പിന്തുടർന്ന് പിടിച്ച് പോലീസിലേൽപ്പിച്ചു. കോടതി 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. വെറും തടവ് മാത്രമായിരുന്നില്ല അത്, തണ്ടുവലിക്കുക കൂടി ചെയ്യണമായിരുന്നു. ചങ്ങലയിൽ ബന്ധിതനായ ജീൻ വാൽ ജീൻ ചുവന്ന വസ്ത്രം ധരിക്കപ്പെട്ട് തൂലോങ് എന്ന സ്ഥലത്തെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. സഹോദരിയെയും കുട്ടികളെയും കുറിച്ച് പിന്നീടൊന്നും അയാൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. 5 വർഷത്തെ ശിക്ഷ തീരാൻ ഏതാനും മാസം ബാക്കി നിൽക്കെ ജീൻ വാൽ ജീൻ തടവ് ചാടി. 3-ാം ദിവസം അദ്ദേഹം പിടിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായി 3 കൊല്ലം കൂടി ശിക്ഷ കിട്ടി. 6-ാമത്തെ കൊല്ലം വീണ്ടും തടവ് ചാടി. പക്ഷേ പിടിക്കപ്പെട്ടു. ശിക്ഷാ കാലാവധി 13 കൊല്ലം കൂടി നീട്ടി. 13-ാമത്തെ കൊല്ലത്തിൽ പിന്നെയും തടവ് ചാടി. മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം പോലീസ് പിടിയിലായി. 6 മാസം കൂടി തടവ് ശിക്ഷ നീട്ടിക്കിട്ടി. അങ്ങനെ ഒരു റൊട്ടി മോഷ്ടിച്ചതിന്
ആകെ 19 കൊല്ലം തടവ് ശിക്ഷ അനുഭവിച്ച ജീൽവാൽജീൻ ഒടുവിൽ ജയിൽ മോചിതനായി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ജീൽവാൽജീന് ആരും ഒന്നും നൽകിയില്ല. തടവിലായിരുന്ന കാലം പണിയെടുത്തതിന് ലഭിച്ച 150 ഫ്രാങ്കും 15 സൂവും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പണം തരാമെന്ന് പറഞ്ഞിട്ടും അല്പം ഭക്ഷണമോ കിടക്കാനൊരിടമോ എവിടെ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഹോട്ടലിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ട ജീൽവാൽജീൻ ഡിന്യോ പട്ടണത്തിലെ ഒരു മദ്യശാലയിൽ ചെന്നു നോക്കി. ഇങ്ങോട്ടൊന്നും വരണ്ട, കടന്നുപോ നരകപിശാചേ. മദ്യക്കടയുടമ ജീൽവാൽജീനെ ചവിട്ടി പുറത്താക്കി. റോഡിൽ ഫാണ്ടക്കെട്ടുമായി നെഞ്ചും തല്ലി വീണ ആ മനുഷ്യൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. വടിയൂന്നി നടക്കുന്നതിനിടെ അദ്ദേഹം കണ്ണുകൾ തുടച്ചു. പാതയോരത്ത് ഒരു വീടിൻ്റെ തിണ്ണയിലിരുന്ന് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ത്രീയെ കണ്ട് അദ്ദേഹം യാചിച്ചു. ഒരു ഗ്ലാസ് വെള്ളം തരാമോ? പോ, ഇവിടെ ഒന്നുമില്ല. ആ സ്ത്രീ കുട്ടിയെ എടുത്ത് അകത്ത് കയറി വാതിൽ കൊട്ടിയടച്ചു. നിരാശനായ ജീൽവാൽജീൻ നടന്ന് ഒരു പള്ളിയുടെ മുമ്പിലെത്തിയപ്പോൾ തീരെ അവശനായി അവിടെ കണ്ട ഒരു കരിങ്കൽ പടിയിൽ കിടന്നു. അപ്പോൾ ഒരു വൃദ്ധ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നു. അവർ ചോദിച്ചു, എന്താണ് ഇവിടെ കിടക്കുന്നത്? കിടക്കാൻ വേറെ ഇടമൊന്നും കിട്ടിയില്ല. ജീൽവാൽജീൻ അവശതയോടെ പറഞ്ഞു. ഈ കൊടും തണുപ്പത്ത് എങ്ങനെ ഇവിടെ കിടക്കും? ഞാൻ കിടന്നുകൊള്ളാം. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ വീട്ടിൽ പോയി ഒന്ന് ചോദിച്ചു നോക്കൂ. വൃദ്ധ സ്ത്രീ പള്ളിയിലെ ബിഷപ്പിൻ്റെ അരമനയ്ക്ക് അടുത്തുള്ള ചെറിയ വീട്ടിലേക്ക് കൈ ചൂണ്ടി. ജീൽവാൽജീൻ എഴുന്നേറ്റ് ആ വൃദ്ധയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടേക്ക് നടന്നു. അപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങിയിരുന്നു. ഡീന്യോ പള്ളിയിലെ ബിഷപ്പ് സായാഹ്ന സവാരിക്ക് ശേഷം സ്വന്തം മുറിയിൽ വന്നിരുന്ന് എഴുത്തു തുടങ്ങിയിട്ട് നേരം കുറേയായി. വേലക്കാരി മുറിയിൽ വന്ന് വിളിച്ചു, നേരം ഇരുട്ടിത്തുടങ്ങിയച്ചോ, അത്താഴത്തിനുള്ള സമയം വൈകി. സഹോദരി ബാപ്റ്റിസ്റ്റിൻ കാത്തിരിക്കുകയാണ്. കർത്താവേ, സമയം പോയതറിഞ്ഞില്ല. ബിഷപ്പ് എഴുത്തവസാനിപ്പിച്ച് എഴുന്നേറ്റു. സൂക്ഷിക്കണം അച്ചോ, ഒരു ഭയങ്കരനായ കൊലപാതകി പട്ടണത്തിൽ കറങ്ങി നടക്കുന്നുണ്ടത്രേ. കൊള്ളക്കാരനായ അയാൾ 10-20 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതേയുള്ളൂ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പട്ടണത്തിലെ എല്ലാവരും പറയുന്നുണ്ട്. വേലക്കാരി ഭീതിയോടെ പറഞ്ഞു. ആ സമയത്ത് വാതിലിൽ മുട്ടുകേട്ടു. ആരാണെങ്കിലും അകത്തേക്ക് വരൂ, ബിഷപ്പ് പറഞ്ഞു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് ജീൽവാൽജീനായിരുന്നു. അയാളുടെ രൂപവും വേഷവും കണ്ട് വേലക്കാരി ഭയന്ന് വാതിലിന് മറവിൽ ഒളിച്ചു. ബിഷപ്പ് ഭയരഹിതനായി ജീൽവാൽജീനോട് പറഞ്ഞു, സർ, ഇരിക്കൂ. ജീൽവാൽജീൻ ഞെട്ടിപ്പോയി. തന്നെ ബിഷപ്പ് സാർ എന്ന് വിളിച്ചിരിക്കുന്നു. ജീൽവാൽജീൻ വിക്കി പറഞ്ഞു. അച്ചോ, ഞാൻ ജീൽവാൽജീൻ എന്ന തടവ് പുള്ളിയാണ്. തുലോങ് ജയിലിൽ നിന്ന് 19 കൊല്ലത്തെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. തെളിവായി കാർഡുണ്ട്. അയാൾ മാറാപ്പിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള ഒരു കാർഡ് പുറത്തെടുത്ത് കാണിച്ചു. അതൊന്നും സാരമില്ല സാർ, പുറത്ത് നല്ല തണുപ്പുണ്ട്. അല്പം തീ കായൂ, ഭക്ഷണം ഇപ്പോൾ റെഡിയാകും. ബിഷപ്പ് വേലക്കാരിയോട് ജീൽവാൽജീനുള്ള ഭക്ഷണം കൂടി തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ട് നെരിപ്പോടെ ഇളക്കിയിട്ടു. ദൈവമേ, അച്ഛൻ എന്നെ സാർ എന്ന് വിളിക്കുന്നു. എല്ലാവരും എന്നെ പട്ടി എന്ന് വിളിച്ച് ആട്ടി ഓടിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് ആരും തന്നില്ല, ജീൽവാൽജീൻ പറഞ്ഞു. ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം സംശയത്തോടെ ചോദിച്ചു, ഭക്ഷണത്തിന് പണം വേണ്ടിവരുമോ? എത്ര വേണ്ടിവരും? അത് കേട്ട് ബിഷപ്പ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ വീടല്ല. പിന്നെ ആരുടെ വീടാണ്? ഇത് യേശുക്രിസ്തുവിൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ വീട് നിങ്ങളുടേതും കൂടിയാണ്. ഇവിടെ അഭയം തേടി വരുന്ന വഴിയാത്രക്കാരനാണ് ഇവിടുത്തെ അവകാശി. ജീൽവാൽജീൻ്റെ ഉത്കണ്ഠ നീങ്ങി. അദ്ദേഹം ബിഷപ്പിനോടൊത്ത് അത്താഴം കഴിച്ചു. റൊട്ടിയും സൂപ്പും ഇറച്ചിയും അത്തിപ്പഴങ്ങളും വീഞ്ഞുമായിരുന്നു അത്താഴത്തിൻ്റെ വിഭവങ്ങൾ. തീൻമേശയിൽ വെള്ളി കൊണ്ടുള്ള മെഴുകുതിരിക്കാലുകൾ പ്രകാശം പരത്തി. ഭക്ഷണം കഴിക്കാനുള്ള സ്പൂണുകളും വെള്ളി കൊണ്ടുള്ളതായിരുന്നു. ജീൽവാൽജീൻ ആർത്തിയോടെ ഭക്ഷണം കഴിച്ചു. അത്താഴം കഴിഞ്ഞപ്പോൾ ബിഷപ്പ് ജീൽവാൽജീന് കിടക്കാൻ ഒരു മുറി കാണിച്ചു കൊടുത്തു. വെള്ളവിരി ഭംഗിയായി വിരിച്ചിട്ടിരിക്കുന്ന കിടക്ക കണ്ട് ജീൽവാൽജീൻ വിസ്മയത്തോടെ ചോദിച്ചു, എനിക്ക് കിടക്കാനുള്ളതാണോ ഫാദർ ഈ കിടക്ക? അതെ, താങ്കൾ സുഖമായി ഉറങ്ങുക. ബിഷപ്പ് ജീൽവാൽജീനെ അനുഗ്രഹിച്ചിട്ട് തൻ്റെ കിടപ്പുമുറിയിലേക്ക് പോയി.
ഷോൾ ഫ്രാൻസ ബിയാങ് ബെനിമെറിയൽ എന്നതായിരുന്നു ആ പുരോഹിതൻ്റെ പേര്. അചഞ്ചലമായ ദൈവിക വിശ്വാസവും അനുകമ്പയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുണങ്ങൾ. അദ്ദേഹം ഇടവക ഭരണമേൽക്കുന്ന സമയത്ത് ഡീനോയിലെ ആശുപത്രി വളരെ ചെറുതായിരുന്നു. ചികിത്സിക്കാൻ തീരെ സൗകര്യം പോരാ. ബിഷപ്പ് ഉടൻ തന്നെ തൻ്റെ വലിയ അരമന ആശുപത്രിയാക്കി മാറ്റി. എന്നിട്ട് താമസം തൊട്ടടുത്തുള്ള ചെറിയ വീട്ടിലേക്ക് മാറ്റി. രാത്രി പള്ളിക്ലോക്കിലെ മണി 2 അടിച്ചു. ജീൻ വാൽജീൻ ഉണർന്നു. തീൻമേശപ്പുറത്തുണ്ടായിരുന്ന ആ വെള്ളി സ്പൂണുകളാണ് അയാളുടെ ഉറക്കം കെടുത്തിയത്. വേലക്കാരി അയാൾ ഉറങ്ങുന്ന മുറിയിലെ ചുവരലമാരയിലാണ് അവ കൊണ്ടുവന്ന് വെച്ചത്. 19 വർഷത്തെ തടവ് ജീവിതം അയാളിൽ സൃഷ്ടിച്ച മരവിച്ച മനസ്സ് തലപൊക്കി. ജീൻ വാൽജീൻ മെല്ലെ എഴുന്നേറ്റ് ആ വെള്ളി സ്പൂണുകൾ അലമാരയിൽ നിന്നെടുത്ത് ഭണ്ഡാരത്തിലാക്കി. കിടപ്പുമുറിയിലൂടെ വാതിൽ തുറന്ന് ഹാളിലെത്തി. ബിഷപ്പ് അടുത്ത മുറിയിൽ ഗാഢമായ നിദ്രയിലാണ്. തുറന്നു കിടക്കുന്ന കിടപ്പുവാതിലിലൂടെ അദ്ദേഹത്തെ ഒരു വട്ടം നോക്കിയ ശേഷം ജീൻ വാൽജീൻ ഹാളിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. തോട്ടത്തിലെത്തിയ ശേഷം അയാൾ മതിൽ ചാടി റോട്ടിലെത്തി. പിറ്റേന്ന് പ്രാതലിന് ശേഷം പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി നീങ്ങിയ ബിഷപ്പിൻ്റെ അടുത്തേക്ക് 2 പോലീസുകാർ വന്നു. ഒരാളെ വിലങ്ങ് വെച്ച് അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. പോലീസുകാർ പ്രതിയെ മുന്നോട്ട് നീക്കി നിർത്തി. ബിഷപ്പിന് ആളെ മനസ്സിലായി. ജീൻ വാൽജീനായിരുന്നു അത്. ഇതെൻ്റെ സ്നേഹിതനല്ലേ? ആ വെള്ളി മെഴുകുതിരിക്കാലുകൾ കൂടി കൊണ്ടുപോകാത്തതെന്താ? അത് ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ? വിറ്റാൽ 150 ഫ്രാങ്കെങ്കിലും കിട്ടുമായിരുന്നല്ലോ, ബിഷപ്പ് പറഞ്ഞു. ഓഹോ, ഫാദർ ഇയാൾക്ക് കൊടുത്തതാണ് ആ വെള്ളി സ്പൂണുകളല്ലേ? ഇയാൾ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല. പോലീസുകാർ അത് പറഞ്ഞുകൊണ്ട് ജീൻ വാൽജീനെ വിലങ്ങഴിച്ച് സ്വതന്ത്രനാക്കി. ഫാദറിനെ വണങ്ങിയിട്ട് പോലീസുകാർ പോയി. ജീൻ വാൽജീൻ കുറ്റബോധത്തോടെ തലയും താഴ്ത്തി നിന്നു. നിങ്ങൾ ഒരു നിമിഷം നിൽക്കൂ. ബിഷപ്പ് അത് പറഞ്ഞിട്ട് അകത്തു പോയി വെള്ളി മെഴുകുതിരിക്കാലുകൾ എടുത്തുകൊണ്ടുവന്നു. അത് ജീൻ വാൽജീന് സമ്മാനിച്ചിട്ട് ഫാദർ പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളതാണ്. ആ വെള്ളി സ്പൂണുകളും നിങ്ങൾക്കുള്ളതാണ്. ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഒരു കച്ചവടം തുടങ്ങും. എന്നിട്ട് സത്യസന്ധനായി പ്രാർത്ഥനയോടെ ജീവിക്കൂ. ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ ഓർത്തുകൊള്ളുക. ജീൻ വാൽജീന് ഒരു മറുപടിയും പറയാൻ നാവ് പൊന്തിയില്ല. അയാൾ പ്രതിമ പോലെ നിന്നു. ഫാദർ അയാളെ അനുഗ്രഹിച്ച് പ്രാർത്ഥനയ്ക്കായി പോയി. ജീൻ വാൽജീൻ ഒരു യന്ത്രം കണക്കെ നിർവികാരനായി പുറത്തേക്ക് നടന്നു. ദൈവവും ചെകുത്താനും തമ്മിൽ അയാളുടെ ഉള്ളിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഇരുവശത്തും ബോഗൻ വിലകൾ പൂക്കൾ വിടർത്തി പടർന്നു കിടക്കുന്ന വേലികൾക്ക് നടുവിലെ ഇടവഴിയിലൂടെ ജീൻ വാൽജീൻ നടന്നു. എതിരെ 10 വയസ്സുള്ള ഒരു കുട്ടി ആഹ്ലാദഭരിതനായി തുള്ളിച്ചാടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അവനൊരു നാണയം മുകളിലേക്കെറിഞ്ഞ് പിടിച്ചുകൊണ്ടാണ് വന്നത്. നിർഭാഗ്യവശാൽ നാണയം അവൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. ഉരുണ്ടുവന്ന നാണയം ജീൻ വാൽജീൻ ചവിട്ടിപ്പിടിച്ചു. പയ്യൻ അടുത്തു വന്നിട്ട് പറഞ്ഞു, എൻ്റെ നാണയം താ. നിന്റെ ഏത് നാണയം? ജീൻ വാൽജീൻ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു. കുട്ടി കരയാൻ തുടങ്ങി. എൻ്റെ നാണയമായിരുന്നു അത്. അതിങ്ങത്താ. ഓടടാ മൂഷേട്ടെ. ജീൻ വാൽജീൻ അലർച്ചയോടെ വടിയെടുത്ത് ഓങ്ങി. കുട്ടി വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ജീൻ വാൽജീൻ കാൽ മാറ്റിയപ്പോൾ നിലത്ത് നാണയം കണ്ടു. അയാൾ അത് കുനിഞ്ഞെടുത്ത് കൈവെള്ളയിൽ വെച്ച് സസൂക്ഷ്മം നോക്കി. പെടുന്നനെ ആ കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം അയാളുടെ ഓർമ്മയിൽ വന്നു. അവൻ നിലവിളിയോടെ തന്നെ ശപിച്ചുകൊണ്ട് ഓടിപ്പോയിരിക്കുന്നു. ജീൻ വാൽജീൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. എന്തൊരു ദുഷ്ടനാണ് താൻ! ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ നാണയം പോലും അപഹരിച്ചിരിക്കുന്നു. ജീൻ വാൽജീൻ അവൻ പോയ ദിക്കിലേക്ക് ഓടി. ഏയ് കുട്ടി, കുട്ടി! അയാൾ ഉറക്കെ വിളിച്ചെങ്കിലും ആരും കേട്ടില്ല. ഹതാശനായ ജീൻ വാൽജീൻ ദുഃഖത്തോടെ പാതയോരത്ത് തളർന്നിരുന്നു. പിറ്റേന്ന് വെളുപ്പാങ്കാലത്ത് ഡീനോയിലെ ബിഷപ്പിൻ്റെ കൊച്ചു വീണിന് മുമ്പിൽ അയാൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് പലരും കണ്ടു.